പുതിയ ഓൺലൈൻ തട്ടിപ്പ് ശ്രദ്ധിക്കുക. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് രണ്ട് പുതിയ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പറയാനാണ്. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഷെയറിംഗ് മുഖ്യം ബിഗിലെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ഓൺലൈൻ തട്ടിപ്പ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറെ പേര് ചോദിക്കും, ഇയാൾക്ക് ഇതേ ഉള്ളൂ, ഓൺലൈൻ തട്ടിപ്പിന്റെ ആണോ വരുന്നത്? ആണ്, കാരണം ഞാൻ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയതുകൊണ്ടും അതേപോലെ തന്നെ എനിക്ക് സൈബർ സെക്യൂരിറ്റി ആയിട്ട് കൂടുതൽ അടുപ്പമുള്ളതുകൊണ്ടും ഈ എല്ലാ വരുന്ന തട്ടിപ്പ് കോൾസ് എനിക്ക് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, തട്ടിപ്പ് കോൾസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും സ്കാമിൽ പെട്ട് കഴിഞ്ഞാൽ, ഓൺലൈൻ സ്കാമിൽ പെട്ട് കഴിഞ്ഞാൽ എന്റെ നമ്പറാണ് യൂട്യൂബിലെ ഒരു യൂട്യൂബേഴ്സും കൊടുക്കാറുണ്ട്, ഞാൻ നമ്പർ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോന്റെ എൻഡ് സ്ക്രീനിലും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെക്യൂർ സൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേം ഉണ്ട്. ഇങ്ങനെ സൈബർ തട്ടിപ്പിലൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, അവരെ റിട്രീവ് ചെയ്ത് കൊടുക്കും, ചെറിയ ചാർജ് വാങ്ങിയിട്ട്. അതേപോലെ തന്നെ സ്മാർട്ട് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗിന്റെ കോഴ്സ്, എത്തിക്കൽ ഹാക്കിങ്ങിന്റെ ഒക്കെ കോഴ്സ് കൊടുക്കുന്ന ഫേം ഉണ്ട്. അപ്പൊ അത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ എന്റെ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓൺലൈനിൽ ഇപ്പൊ റീസെന്റ് രണ്ട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഒന്ന് ഇൻസ്റ്റാഗ്രാമിലുള്ള സ്റ്റോഴ്സ് ആണ്. എല്ലാ സ്റ്റോറുകാരെയും അല്ല കേട്ടോ പറഞ്ഞു, കുറച്ച് സ്റ്റോറുകാരെ. കാരണം അതിടുമ്പം ചില ബോട്ടിക്കാരൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, അവരെയൊന്നുമല്ല. അല്ലാണ്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ വരുന്നത് ഒരു തട്ടിപ്പ്, ഞാൻ ഉദാഹരണം പറയാം. ഒരു ലേഡി ഈ അടുത്ത് തന്നെ വിളിച്ചു, അവര് പറഞ്ഞു അവര് ഇട്ട മിനിയാണ്, പിന്നെ ഇന്നലെ ഉണ്ട്, ഇത് സെയിം പാറ്റേൺ ആണ്. അവരൊരു ഇൻസ്റ്റാഗ്രാമില് ഒരു ഓൺലൈൻ സ്റ്റോറിൽ ഒരു ഡ്രസ്സ് കണ്ടു, ഓർഡർ ചെയ്തു. അത് സാധനം എത്തണില്ല. അപ്പൊ അവരെ വിളിച്ചപ്പോ പറഞ്ഞു, മാഡം അതൊരു ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം കൂടെ കലർന്ന ഒരു ലാംഗ്വേജ്. അപ്പൊ തന്നെ പറയാം, പുറമല്ല, കൊച്ചിനാണ് ഷിപ്പിംഗ് അഡ്രസ്സ്. അപ്പം ഇവര് വിളിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, മാഡം അതിന്റെ സ്റ്റോക്ക് ഔട്ട് ആണ്, അടുത്ത വേർഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത മോഡൽ ഉണ്ട്, അതിന് ഒരു 800 രൂപ കൂടെ അയച്ചാലേ തരുള്ളൂ. അപ്പൊ ഇവര് ചോദിച്ചു, പൈസ എന്നാ റീഫണ്ട് ചെയ്തേക്ക്. കോള് കട്ട്, തട്ടിപ്പാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴൊക്കെ നമ്മൾ എത്രയോ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ തുണിക്കടക്കാരാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ. ഈ ഓൺലൈൻ സ്റ്റോറിൽ വാങ്ങാതിരിക്കുക കഴിയുന്നതും. ഓൺലൈൻ സ്റ്റോറുകാർ തന്നെ പഞ്ഞിക്കിടരുത്, നിങ്ങളുടെ കഞ്ഞി പാറ്റിയിടല്ല. പക്ഷെ ഞാൻ കാണിച്ചു, ഇങ്ങനത്തെ തട്ടിപ്പ് വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ കോഴിക്കോട് ഇഷ്ടംമാതിരി ഷോപ്സ് ഉണ്ട്. ഇനി തൃശ്ശൂരായാലും എറണാകുളമായാലും, ഞാൻ കോഴിക്കോട്ടുകാരനായോണ്ടാ കോഴിക്കോട് എന്ന് പറഞ്ഞത്, എല്ലാ ജില്ലയിലും മുക്കിന് തുണിപ്പീടികളുണ്ട്. നല്ല ഫാഷൻ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, അതൊക്കെ അവിടെ നിന്ന് വാങ്ങിയ പോലെ. എന്നിട്ട് പൈസ പോയി കഴിഞ്ഞിട്ട് വിളിക്കുമ്പോ, അതല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വേറെ സൈറ്റ് ഉണ്ട്, രജിസ്റ്റേർഡ് സൈറ്റ് ഉണ്ട്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതിൽ ഡ്രസ്സ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങാം അല്ലേ. പിന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അഡ്രസ്സും ഇല്ലാത്ത ഒരു ടീമിന്റെ അടുത്ത് നിന്ന് പൈസ അയച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ പോരായ്മ നിങ്ങളുടെ അല്ലേ. ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ച ആൾക്കാരോട് പറഞ്ഞ മറുപടി ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയും, ഇതേ ആൾക്കാർ തന്നെ ഇപ്പൊ അധികം കോളേജ് സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ ഈ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ പല പിരിവിനും പോണത് ഈ തുണിക്കടകളിലേക്കാണ്. അവിടുന്ന് ഇവര് പൈസ വാങ്ങുകയും ചെയ്യും. പിന്നെ ഇവര് ഡ്രസ്സ്, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഒരു കൂട്ടം ആൾക്കാരെയാണ് എന്ത് ചെയ്യും, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും. നമുക്ക് പരിചയമുള്ള പല ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇവിടെ വാടക കൊടുത്തിട്ടൊക്കെയുള്ള എത്രയോ പേരുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമില് കച്ചവടം ചെയ്യുന്നവരെ ഞാൻ കുറ്റമായിട്ട് പറയില്ല, ഇങ്ങനെ തട്ടിപ്പ് വന്നുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഷോപ്പ് ആണെങ്കിൽ നമുക്ക് അവരോട് പോയി പറയാം, ഇതെങ്ങനെയാണ്, ഞാൻ സ്റ്റോക്ക് പൈസ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ അവര് തരും. അത് കഴിഞ്ഞിട്ട് കൗണ്ടറിൽ എത്തുമ്പോ പൈസ കൂട്ടില്ല അവര്. സോ കഴിയുന്നതും ഷോപ്പിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ. പിന്നെ ഇനി കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോ അവരെ സൈറ്റിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞപ്പോ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ടിന് വാച്ച് വാങ്ങിയപ്പോ വാച്ച് ഉണ്ടായിരുന്നില്ല, പകരം കാലിപ്പെട്ടിയായിരുന്നു. ഇങ്ങനത്തെയൊക്കെ അവസ്ഥ വരും. അപ്പൊ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ മാക്സിമം ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതിൽ തന്നെ തട്ടിപ്പുണ്ട്, അതന്നെ കസ്റ്റമറിന് മുമ്പൊന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഞാൻ ഡ്രസ് മെറ്റീരിയൽസ് ഞാൻ അധികം ഓൺലൈനിൽ എടുക്കില്ല. എടുത്തോടത്തോളം എനിക്ക് പണി കിട്ടിയിട്ടുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം എന്റെ ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് എടുത്തു, അത് ലാസ്റ്റ് ഇട്ടത് മോളാണ്.
പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ വാങ്ങും. അപ്പൊ നമുക്ക് എന്താണ്, ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ട്രയൽ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് കിട്ടും. ഓക്കെ, ഞാൻ അതിലേക്ക് കൂടുതൽ പറയുന്നത് ഞാൻ തട്ടിപ്പിന്റെ കാര്യം മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇപ്പൊ നടക്കുന്ന തട്ടിപ്പാണ്. അപ്പം നിങ്ങൾ ആ ഫേമിന്റെ ജെനുവിനിറ്റി നോക്കി മാത്രം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അത് ഫസ്റ്റ് തട്ടിപ്പ്. ഇതിന് കുറെ നെഗറ്റീവ് കമന്റും ഡിസ്ലൈക്കും ഒക്കെ ഉണ്ടാവും. തെറി വിളിച്ചാൽ ഞാൻ സൈബർ സെല്ലിൽ കേസ് ഫയൽ ചെയ്യും. അത്രേ പറയുള്ളൂ. തെറി വിളിച്ചാൽ കേട്ടോ, കൂടുതലായിട്ടൊന്നും പറയില്ല. കാരണം നമ്മൾ പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ അനുഭവമുള്ള ആൾക്കാരുടെ ഇതാണ്. അതിന് വേണമെങ്കിൽ പ്രൂഫ് പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത തട്ടിപ്പ് ഓൺലൈൻ ഷെയർ ട്രേഡിങ്. അതാണ് 2 തട്ടിപ്പ് പറഞ്ഞത്. നമുക്കറിയാം ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുള്ളത്, അതിന്റെ ഒരു സ്റ്റേജിൽ ഷെയർ ട്രേഡിംഗ് ഉണ്ട്. അല്ലാണ്ട് തന്നെ ഓൺലൈൻ ആയിട്ട് ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഇതാകും, നിങ്ങളുടെ ഇത് കൂടും പറഞ്ഞിട്ട് കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പോട്ടെ. ഇങ്ങനത്തെ സ്ഥലത്ത് പൈസ ഇടുമ്പോൾ ചിലപ്പോൾ ആ പൈസ പോകും. പിന്നെ അവരെ ഫണ്ട് അതിൽ കിടക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. പിന്നെ അവരെ കമ്പനി ടാറ്റ ബൈ ബൈ. അങ്ങനത്തെ എത്രയോ പേരെ നമ്മൾ റിട്രീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെക്യൂർ സൈബർ എന്നുള്ള ഫേം നമ്മുടെ അതിന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ ചാർജ് വാങ്ങുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് അതിന്റെ വേറെ നല്ല മെനക്കേടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ചാർജ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലൈൻ ഷെയർ ട്രേഡിങ് നിങ്ങൾക്ക് പിന്നെ അവർ ചെയ്യുന്ന പണി, അവർ നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ഫണ്ട് കാണിക്കും. ഒരു 1 ലക്ഷം ഇട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇനി കിട്ടണമെങ്കിൽ തിരിച്ചു കിട്ടണമെങ്കിൽ 1.30 ഇടാൻ. അപ്പൊ 1.30 ഇടുമ്പോ പറയും ഇനി 1.60 ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അവർക്കൊരു സംശയം നിൽക്കുമ്പോ എന്ത് ചെയ്യും, വേറെ ആ ഗ്രൂപ്പിൽ ഇവരെ തന്നെ ആൾക്കാരുണ്ടാവും, പറയും എനിക്ക് കിട്ടി, നിങ്ങൾ വേഗം ഇടും. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൈസ പോയി. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലൈൻ ഷെയർ ട്രേഡിങ് അങ്ങനത്തെ ഒരു കാര്യത്തിലും നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ വീഡിയോസ് ആൾക്കാർ കാണാനുണ്ടാവില്ല. കൂടുതലായിട്ട് റീൽസ് കാര്യങ്ങളായിരിക്കും കാണാൻ. നമ്മളും അങ്ങനെ തന്നെയാണ്, പക്ഷെ എന്റർടൈനിങ് ആക്കാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോഴാണ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കാണുന്നത്. പക്ഷെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം അറിഞ്ഞ് ഇങ്ങനത്തെ തട്ടിപ്പിൽ പെടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനം പോവില്ല. അതായത് ധനനഷ്ടം മാനഹാനി ഇനി വരുന്നുണ്ട്. പക്ഷെ ആൾക്കാരുടെ ഇടയിൽ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അത് വരില്ല. അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.